യുഎഇയിൽ നടന്ന വ്യത്യസ്തമായ ഒരു സ്റ്റേജ് ഷോയെ പറ്റിയാണ് അടുത്ത റിപ്പോർട്ട്. ഏഷ്യാനെറ്റ് റേഡിയോ 657 AM-ന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഹൃദയസ്വരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ലേബർ ക്യാമ്പിലാണ് അരങ്ങേറിയത്. ഇതിലേക്കാണ് ഇനി. ഗൾഫ് മലയാളികളുടെ ഹൃദയസ്വരമായ ഏഷ്യാനെറ്റ് റേഡിയോ 657-ന്റെ 10ാം വാർഷികം പ്രമാണിച്ചാണ് ഹൃദയസ്വരങ്ങൾ എന്ന സ്റ്റേജ് ഷോ ഒരുക്കിയത്. ദുബായ് അൽഖോസിലെ ലാംഗ്റോക്ക് ക്യാമ്പിലാണ് ഹൃദയസ്വരങ്ങൾ അരങ്ങേറിയത്. ബോംബെന്ന് എന്റെ കൂടെ ശിഷ്യനാകാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഗുണ്ടാത്താവളത്തിൽ ഇവരെ ചേർക്കണം. നിങ്ങൾ രണ്ടുപേരും പോയി ഗുണ്ടാത്താവളം മൊത്തത്തിലൊന്ന് പഠിച്ചേച്ചു വാനാ. ശരി ബോസ്. ആശാരി ബോസോ? അല്ല, ശരി ബോസ്. പിന്നെ വേറൊരു കാര്യം, അവിടെ ഇരിക്കുന്ന കഠാരിയും കത്തിയും നശിപ്പിക്കരുത്, കേട്ടല്ലോ? ഉടമസ്ഥർ വരുമ്പോ അത് തിരിച്ചേൽപ്പിക്കേണ്ടതാ. വിവിധ ഭാഷക്കാരായിട്ടും ക്യാമ്പിലെ അന്തേവാസികൾ ഹൃദയസ്വരങ്ങൾ ആസ്വദിക്കാനായി തടിച്ചുകൂടി. ഏഷ്യാനെറ്റ് റേഡിയോ അവതാരകർ പാട്ടും നൃത്തവും കോമഡി സ്കിറ്റുകളും അവതരിപ്പിച്ചു. നിറഞ്ഞ സദസ്സ് വളരെ വലിയ സ്വീകരണമാണ് ഈ കലാകാരന്മാർക്ക് നൽകിയത്. ലാംഗ്റോ ക്യാമ്പിലുള്ള താമസക്കാർ ഭാംഗഡ നൃത്തത്തിന് ചുവടുവെച്ചപ്പോൾ ആവേശം ഇരട്ടിയായി. അധികൃതർ ഏറെ താൽപര്യത്തോടുകൂടിയാണ് ഏഷ്യാനെറ്റ് ഹൃദയസ്വരങ്ങളെ എതിരേറ്റത്. We thank Asianet for putting on this presentation for us. This is a wonderful show and it's a wonderful thing that you are doing for us. Thank you very much. This is so important to our people, and we know it's important to Asianet to be in touch with all of the Keralites who are out here in the UAE. We thank you again and we wish you a happy 10th birthday. I'd like to pass on my thanks on behalf of Langeroog to Asianet Radio for staging this event. On behalf of all the Keralites, it's a wonderful occasion. It gives the operatives a chance to really come and perform and put on a good show. On behalf of everybody from Langeroog, a big thank you to Asianet on their 10th anniversary. ക്യാമ്പിലുള്ളവരും ഏറെ സന്തോഷത്തിലായിരുന്നു. ഏഷ്യാനെറ്റ് കലാകാരന്മാരെ ആദരിക്കാനും ഇവർ മറന്നില്ല. ഗൾഫിൽ ഒത്തിരി കലാപരിപാടികളും കലാസന്ധ്യകളും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന സാധാരണക്കാരനൊരിക്കലും ഈ കലാസന്ധ്യകളിലോ ഈ പ്രോഗ്രാമുകളിലോ ചെന്നെത്താൻ കഴിയില്ല. ടിക്കറ്റ് നിരക്കിലായാലും മറ്റേത് നിരത്തിലായാലും യാത്രാ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് അവനൊരിക്കലും അവിടെ ചെന്നെത്താൻ കഴിയില്ല. അങ്ങനെയുള്ള സാധാരണക്കാരനെ തേടിയാണ് ഏഷ്യാനെറ്റ് റേഡിയോ എത്തിയിരിക്കുന്നത്. അവർ നമ്മുടെ ക്യാമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഈ കലാസന്ധ്യ ഒരനുഭവമാണ്. അവരുടെ ആ മനോഭാവത്തെ അല്ലെങ്കിൽ സാധാരണക്കാരനെ കണ്ടെത്താനുള്ള അവൻ്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ കലാ ആസ്വാദനത്തെ പരിപോഷിപ്പിക്കുവാനുള്ള അവരുടെ ശ്രമത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഏഷ്യാനെറ്റ് റേഡിയോയ്ക്കും ഏഷ്യാനെറ്റ് കുടുംബത്തിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായി ഏഷ്യാനെറ്റ് റേഡിയോ ഇത്തരത്തിൽ സാധാരണക്കാർക്കിടയിൽ നടത്തുന്ന ഉപകാരപ്രദമായ ഇടപെടലുകളുടെ തുടർച്ചയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് മലയാളികളുടെ ഹൃദയസ്വരമായി ഈ റേഡിയോ നിലയം മാറിയതും.